അശ്വതി കെ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ടെങ്കിൽ ഒരുപാട് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. ഇത് കണക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളൊരു പെൺകുട്ടിയാണ്. ഒരുപാട് പേരുണ്ട് ഇതിനെപ്പറ്റിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അശ്വതി ഒരു വീഡിയോ ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തനിക്കുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതൊക്കെ തൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് തമാശ അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നുള്ള പേരിൽ ഒരുപാട് മോശമുള്ള രീതിയിൽ തന്നെക്കുറിച്ച് പറയാറുണ്ട്. അതിൽ ഒരാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീ ചെയ്യുന്നതിനൊന്നും അത് നീതി കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവനെ ഉണ്ടെങ്കിൽ ആ കേസ് കൊടുത്തവനെ പോലീസ് പിടിക്കുകയും അതിന് ശേഷം ഉണ്ടെങ്കിൽ വേണ്ട നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് കണക്ക് അശ്വതി മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ട് നീതി ഒന്നും കിട്ടത്തില്ലെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നീതി കിട്ടുന്നതായിരിക്കും. അതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അതൊക്കെ സാധാരണമാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം വരുന്നതായിരിക്കും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് മോശമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അവരെ പറ്റി ഭയങ്കര മോശമായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്കുണ്ടെങ്കിൽ നമ്മളെ കാര്യം നോക്കിപ്പോൾ അതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. എന്തായിരുന്നാലും ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇതേപോലത്തുള്ള മോശമുള്ള ആരെങ്കിലും കമൻസോ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ട്രോളോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ താനുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസ് കൊടുക്കുമെന്നായിരുന്നു അശ്വതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.